കേരള PSC 30/6/2023 നടത്തിയ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷെഡ്യൂൾഡ് ട്രൈബിനു വേണ്ടി നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2023 ആണ്. ചോദ്യം 1. ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? ഉത്തരം സി ആണ്, സുഖസന്ദേശം. ചോദ്യം 2. ദി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേർണലിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ചോദ്യം 2. ഉത്തരം ബി ആണ്, ശ്യാംജി കൃഷ്ണവർമ്മ. ചോദ്യം 3. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ചോദ്യം 3. ഉത്തരം എ ആണ്, MN റോയി. ചോദ്യം 4. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന UNOയുടെ ഏത് സംഘടനയാണ്? ഉത്തരം ഡി ആണ്, പൊതുസമ്മേളനം. ചോദ്യം 5. താഴെ പറയുന്നവയിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്? ചോദ്യം 5. ഉത്തരം ബി ആണ്, സർ ജോൺ സീലി. ചോദ്യം 6. നിലവിൽ ആസിയാൻ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം ഡി ആണ്, ഡോക്ടർ കാവോ കിം ഹോൺ. ചോദ്യം 7. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചോദ്യം 7. അതിൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 8. അവശിഷ്ട പാറകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ചോദ്യം 8. അതിൻ്റെ ഉത്തരം ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. ചോദ്യം 9. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഉത്തരം സി ആണ്, 1ഉം 3ഉമാണ്. ചോദ്യം 10. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? ചോദ്യം 10. ഉത്തരം എ ആണ്, പാൽക്കടലിടുക്ക്. ചോദ്യം 11. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ഉത്തരം എ ആണ്, പാമ്പാർ നദി. ചോദ്യം 12. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ ക്രൈപ്പസ്കുലർ രശ്മികൾ പിടിച്ചെടുത്തത് ഏത് ഗ്രഹത്തിൽ നിന്നാണ്? ചോദ്യം 12. അതിൻ്റെ ഉത്തരം ബി ആണ്, ചൊവ്വയിൽ നിന്ന്. ചോദ്യം 13. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഉത്തരം ബി ആണ്, only 2 and 3. ചോദ്യം 14. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 14. അതിൻ്റെ ഉത്തരം എ ആണ്, only 1, 2 and 3. ചോദ്യം 15. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ബി ആണ്, only 2, 3 and 4. ചോദ്യം 16. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? അതിൻ്റെ ഉത്തരം ഡി ആണ്, only 4, 1 and 2. ചോദ്യം 17. സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റ്? ഉത്തരം സി ആണ്, only 1 and 3. ചോദ്യം 18. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ഉത്തരം ഡി ആണ്, ഇവയെല്ലാം 1, 2, 3. ചോദ്യം 19. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത്? ഉത്തരം ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ചോദ്യം 20. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആക്ട് 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? ചോദ്യം 20. ഉത്തരം സി ആണ്, പ്രത്യേക നടപടിക്രമം വഴി. ചോദ്യം 21. ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യുവാൻ കഴിയുന്നത്? ഉത്തരം എ ആണ്, ഇന്ത്യയുടെ രാഷ്ട്രപതി. ചോദ്യം 22. താഴെ പറയുന്നവയിൽ ഏതാണ് കോ വാറന്റോയുടെ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അടിസ്ഥാനം അല്ലാത്തത്? ഉത്തരം ഡി ആണ്, കേസിൽ പൊതുതാൽപര്യം നിലനിൽക്കില്ല. ചോദ്യം 23. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര ഇനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ
എത്ര ഇനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ചോദ്യം 23. ഉത്തരം എ ആണ് 29. ചോദ്യം 24. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? ഉത്തരം ബി ആണ് 91. ചോദ്യം 25. ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. ചോദ്യം 25. ഉത്തരം ബി ആണ് ആർട്ടിക്കിൾ 20. ചോദ്യം 26. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് രൂപീകരിക്കാത്തത്? ചോദ്യം 26. ഉത്തരം ഡി ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ചോദ്യം 27. 2022 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? ചോദ്യം 27. ഉത്തരം സി ആണ് മാർഗരറ്റ് ആൽവ. ചോദ്യം 28. ഇന്ത്യൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചോദ്യം 28. ഉത്തരം സി ആണ് 1, 2, 3, 4. ചോദ്യം 29. 2021 നീതി ആയോഗ് ആരംഭിച്ച ആരോഗ്യ സൂചികയുടെ 4ാം റൗണ്ടിൽ ഏതാണ് ശരി? ചോദ്യം 29. ഉത്തരം സി ആണ് 1, 2, 3. ചോദ്യം 30. സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറി, ഗവൺമെൻറ്റിൻ്റെ പരാതികൾ പരിഹരിക്കൽ എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന നിയമം നിലവിൽ വന്നത് എന്ന്? ചോദ്യം 30. ഉത്തരം ബി ആണ് 2012. ചോദ്യം 31. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത് ഡാഷാണ്? ഉത്തരം ഡി ആണ് ദിവാൻ. ചോദ്യം 32. കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കുവാനും തുടങ്ങിയത്? ചോദ്യം 32. ഉത്തരം എ ആണ് തണൽ. ചോദ്യം 33. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം ഏത്? ഉത്തരം ബി ആണ് തോന്നയ്ക്കൽ. ചോദ്യം 34. മനുഷ്യരിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹന എക്സോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിൻ്റെ പേര് പറയുക. ചോദ്യം 34. ഉത്തരം സി ആണ് കാർബൺ മോണോക്സൈഡ്. ചോദ്യം 35. പ്രകാശം പുറപ്പെടുവിക്കുവാനുള്ള കഴിവുള്ള ചില ജീവജാലങ്ങളുടെ സവിശേഷമായ സ്വത്താണ് ബയാലുമിനേസിസിന് കഴിവുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ പേര് നൽകുക. ചോദ്യം 35. ഉത്തരം ബി ആണ് സ്റ്റെനോപ്ലാന. ചോദ്യം 36. mRNAയുടെ വിവർത്തനം അവസാനിപ്പിക്കുന്നതിന് സ്റ്റോപ്പ് കോഡോൺ വളരെ അത്യാവശ്യമാണ്. താഴെ പറയുന്നവയിൽ നിന്നും ഒരു സ്റ്റോപ്പ് കോഡോൺ തിരഞ്ഞെടുക്കുക. ഉത്തരം ബി ആണ് UAG. ചോദ്യം 37. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനം മനസ്സിലാക്കാൻ ECG ഉപയോഗിക്കുന്നു. ഒരു ECG തരംഗങ്ങൾ പ്രധാനമായും 3 തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് P വേവ്, QRS കോംപ്ലക്സ്, T വേവ് അതായത് QRS കോംപ്ലക്സ് ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ചോദ്യം 37. അതിൻ്റെ ഉത്തരം എ ആണ് വെൻട്രിക്കുലർ ഡിപ്ലോറൈസേഷൻ. ചോദ്യം 38. പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ് മനുഷ്യരിൽ മലേറിയ രോഗം പരത്തുന്നത്. ഈ ജീവി ഏത് വർഗത്തിൽപ്പെടുന്നു? ചോദ്യം 38. ഉത്തരം ഡി ആണ് പ്രോട്ടോസോവ വർഗത്തിലാണ് പെടുന്നത്. ചോദ്യം 39. വൃത്തിയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിലുള്ള മെർക്കുറി ഗോളാകൃതി സ്വീകരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം ഡാഷാണ്. ചോദ്യം 39. ഉത്തരം ബി ആണ് പ്രതലബലം. ചോദ്യം 40. മൈക്രോവേവ്, അൾട്രാവയലറ്റ് രശ്മികൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ എന്നീ അവയുടെ ഊർജത്തിൻ്റെ അവരോഹണ ക്രമത്തിൽ വിവരിക്കുക. ചോദ്യം 40. ഉത്തരം സി ആണ്. ചോദ്യം 41. ഒരു ശരീരം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഭാരം ഡാഷ്. ചോദ്യം 41. ഉത്തരം എ ആണ്. അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. ചോദ്യം 42. ക്രിക്കറ്റ് ബോൾ 45 ഡിഗ്രി കോണിൽ തിരശ്ചീനമായി മുകളിലോട്ട് എറിഞ്ഞാൽ അതിൻ്റെ പരമാവധി ഉയരത്തിൽ പ്രവേഗവും ത്വരണവും തമ്മിലുള്ള കോണളവ് എത്ര? ചോദ്യം 42. ഉത്തരം ഡി ആണ് 90 ഡിഗ്രി. ചോദ്യം 43. ലോഹങ്ങൾ നീരാവിയുമായി പ്രതിവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്?
ഉത്തരം ബി ആണ് ഹൈഡ്രജൻ. ചോദ്യം 44. കാർബണിൻ്റെ സ്വാഭാവിക ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ചോദ്യം 44. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 45. വാതകങ്ങൾ 0 വോള്യം ഉൾക്കൊള്ളുന്ന സാങ്കല്പിക താപനിലയെ കേവല 0 എന്ന് വിളിക്കുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏത് വാതക നിയമം അനുസരിച്ചാണ്? ചോദ്യം 45. ഉത്തരം എ ആണ് ചാൾസിൻ്റെ നിയമം. ചോദ്യം 46. HSO4ൻ്റെ സംയോജിത ആസിഡ് ബേസ് ജോഡി നൽകുക. ചോദ്യം 46. ഉത്തരം സി ആണ് ഉത്തരം. ചോദ്യം 47. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരാത്തത്? ഉത്തരം ഡി ആണ് ദക്ഷയോഗം ഉണ്ണായി വാര്യർ. ചോദ്യം 48. മോഹിനിയാട്ടത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചോദ്യം 48. ഉത്തരം ഡി ആണ് മുകളിലുള്ളവ എല്ലാം. ചോദ്യം 49. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ചോദ്യം 49. ഉത്തരം ബി ആണ് ജിമ്മി ജോർജ് വോളിബോൾ. ചോദ്യം 50. താഴെ പറയുന്നവയിൽ സത്യജിത്ത് റേ സംവിധാനം ചെയ്യാത്ത സിനിമ ഏത്? ചോദ്യം 50. ഉത്തരം സി ആണ് ഏക് ദിൻ പ്രതിദിൻ. ചോദ്യം 51. എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% ആണെങ്കിൽ എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ? ചോദ്യം 51. ഉത്തരം ബി ആണ് 20%. ചോദ്യം 52. ഒരാൾ 2000 രൂപയ്ക്കൊരു സൈക്കിൾ വാങ്ങി അറ്റകുറ്റപ്പണികൾക്കായി 250 രൂപ ചെലവഴിക്കുകയും 10% നഷ്ടത്തിൽ വിൽക്കുകയും ചെയ്യുന്നു. സൈക്കിളിൻ്റെ വിൽപ്പന വില രൂപയിൽ എത്രയാണ്? ചോദ്യം 52. ഉത്തരം എ ആണ് 2025. ചോദ്യം 53. ചോദ്യം 53. അതിൻ്റെ ഉത്തരം ബി ആണ് 4. ചോദ്യം 54. ചോദ്യം 54ൻ്റെ ഉത്തരം സി ആണ് 52. ചോദ്യം 55. ഒരു പെൺകുട്ടി 25 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 6 മണിക്കൂർ തൻ്റെ കാർ ഓടിക്കുന്നു. അവൾ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ എത്രയാണ്? ചോദ്യം 55. ഉത്തരം എ ആണ് 540. ചോദ്യം 56. ഗ്രൂപ്പിൽപ്പെടാത്തത് കണ്ടെത്തുക. ചോദ്യം 56. ഉത്തരം സി ആണ് ചതുരാകൃതിയിലുള്ള പിരമിഡ്. ചോദ്യം 57. അഭി കിഴക്കോട്ട് അഭിമുഖമാണ്. അവൻ ഘടികാര ദിശയിൽ 45 ഡിഗ്രിയും പിന്നീട് എതിർ ഘടികാര ദിശയിൽ മറ്റൊരു 180 ഡിഗ്രിയും പിന്നെ ഘടികാര ദിശയിൽ 90 ഡിഗ്രിയും തിരിയുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത്? ചോദ്യം 57. ഉത്തരം ഡി ആണ് വടക്ക് കിഴക്ക്. ചോദ്യം 58. 5, 19, 80 എന്ന പരമ്പരയിലെ അടുത്ത പദം ഏത്? ചോദ്യം 58. ഉത്തരം ബി ആണ് 404. ചോദ്യം 59. ഒരു പ്രത്യേക കോഡിംഗ് സിസ്റ്റത്തിൽ പെർമ്യൂട്ടേഷൻ എന്ന വാക്ക് ഡാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേ കോഡിംഗ് സിസ്റ്റത്തിൽ കോമ്പിനേഷൻ എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ചോദ്യം 59. ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 60. 2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2022 നവംബർ 14 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ഉത്തരം എ ആണ് തിങ്കളാഴ്ച, തിങ്കൾ. ചോദ്യം 61. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തി നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ക്രിമിനൽ നടപടിക്രമം പ്രകാരമുള്ളവയെ ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ചോദ്യം 61. ഉത്തരം ബി ആണ് ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം 62. വാറണ്ട് കേസ് എന്നാൽ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഡാഷ് ശിക്ഷാർഹമായ കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ചോദ്യം 62. ഉത്തരം ഡി ആണ് മുകളിലുള്ളവയെല്ലാം. ചോദ്യം 63. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു വ്യക്തിയോട് അയാൾ പതിവായി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവൻ്റെ നല്ല പെരുമാറ്റത്തിന് ജാമ്യക്കാരുമായി ഒരു ബോണ്ട് നടപ്പിലാക്കാൻ ഉത്തരവിടാൻ പാടില്ല. ഇത് താഴെ പറയുന്ന ഏത് നിയമത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ചോദ്യം 63. ഉത്തരം ഡി ആണ് മുകളിൽ ഉള്ളവയെല്ലാം. ചോദ്യം 64. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരാൾ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അയാൾ താഴെ പറയുന്ന വിധം ശിക്ഷിക്കപ്പെടും. ചോദ്യം 64. ഉത്തരം എ ആണ് 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീട്ടാവുന്നതുമായ ഒരു കാലയളവിലെ ഒന്നുകിൽ വിവരണത്തിൻ്റെ തടവും ശിക്ഷയും പിഴയും. ചോദ്യം 65. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്?
ഉത്തരം സി ആണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കണം. ചോദ്യം 66. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഡാഷ് ആണ്. ചോദ്യം 66. എ ആണ് അതിൻ്റെ ഉത്തരം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 സി. ചോദ്യം 67. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഡാഷ്. ചോദ്യം 67. ഉത്തരം സി ആണ്. എയും ബിയുമാണ് ശരി. ചോദ്യം 68. വിവരാവകാശ നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ് മൂന്നാം കക്ഷിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ചോദ്യം 68. ഉത്തരം സി ആണ്. സെഷൻ 11. ചോദ്യം 69. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെഷൻ 31 എയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദ്യം 69. അതിൻ്റെ ഉത്തരം ഡി ആണ്. മുകളിൽ ഉള്ളവ ഒന്നുമല്ല. ചോദ്യം 70. ഏതെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് പദാർത്ഥം കഴിക്കുന്നതിനുള്ള ശിക്ഷ ഏത്? ചോദ്യം 70. ഉത്തരം സി ആണ്. 1 വർഷം വരെ നീട്ടിയേക്കാവുന്ന കഠിനമായ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ചോദ്യം 71. അയൽവക്കങ്ങളും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന സാമൂഹിക അസംഘടിത സിദ്ധാന്തത്തിൻ്റെ യഥാർത്ഥ ആർക്കിടെക്റ്റുകൾ. ചോദ്യം 71. ഉത്തരം എ ആണ്. ഷായും മക്കേയും. ചോദ്യം 72. ഡാഷ് സിദ്ധാന്തമനുസരിച്ച് കുറ്റവാളിയുടെ പശ്ചാത്താപം തന്നെ ഒരു ശിക്ഷയാണ്. ചോദ്യം 72. ഉത്തരം ബി ആണ്. എക്സിപ്പിയേറ്ററി. ചോദ്യം 73. 1860 ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം താഴെ പറയുന്ന ഏത് കുറ്റകൃത്യങ്ങളിലാണ് തയ്യാറെടുപ്പ് ശിക്ഷാർഹമായത്? ചോദ്യം 73. ഉത്തരം സി ആണ്. വേദനിപ്പിക്കുക. ചോദ്യം 74. ഡാഷ് ദിവസങ്ങളോളം കഠിനമായ ശാരീരിക വേദനയിലായിരിക്കുന്നതോ അവരുടെ സാധാരണ കാര്യങ്ങൾ പിന്തുടരാൻ കഴിയാതെ വരുന്നതോ ആയ ഏതൊരു മുറിവും ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം ഗുരുതരമായ മുറിവ് എന്ന് നിയുക്തമാക്കിയിരിക്കുന്നു. ചോദ്യം 74. ഉത്തരം ബി ആണ്. 14. ചോദ്യം 75. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 268 വകുപ്പ് പ്രകാരം പൊതുശല്യം എന്ന കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സി ആണ്. നിയമവിരുദ്ധമായ സമ്മേളനം. ചോദ്യം 76. സാധാരണഗതിയിൽ മറ്റാർക്കും നിരീക്ഷിക്കുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീയുടെ സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ചിത്രം കാണുകയോ പകർത്തുകയോ ചെയ്യുന്നത് താഴെ പറയുന്ന കുറ്റത്തിന് തുല്യമാണ്. ചോദ്യം 76. ഉത്തരം ഡി ആണ്. ലൈംഗിക അതിക്രമം. ചോദ്യം 77. 2011 കേരള പോലീസ് ആക്ടിൻ്റെ വകുപ്പുകൾ പ്രകാരം പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കാവുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഉണ്ടാക്കാനും ശ്രദ്ധിക്കാനും കഴിയും. കൂടാതെ പോലീസ് നടപടിയുടെ കൃത്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു നടപടിയിലും ഡാഷ് രേഖകൾ ഉപയോഗിക്കാവുന്നതാണ്. ചോദ്യം 77. ഉത്തരം ഡി ആണ്. മുകളിൽ ഉള്ളവ ഒന്നുമല്ല. ചോദ്യം 78. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് കാണാതായ ഒരാളെ കണ്ടെത്താൻ അടിയന്തര പോലീസ് നടപടി ആവശ്യമായി വരുന്നത്? ഉത്തരം സി ആണ്. കോടതി പ്രഖ്യാപിച്ച അവകാശം നടപ്പാക്കുന്നത് തടയാൻ വ്യക്തി ഒളിവിലാണ്. ചോദ്യം 79. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം ഓരോ പോലീസ് സ്റ്റേഷനും പ്രദേശവാസികളെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികളായി ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി കോൺട്രാക്ട് നടപടികൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം നൽകിയിരിക്കുന്നത്? ഉത്തരം ബി ആണ്. ജില്ലാ പോലീസ് മേധാവി. ചോദ്യം 80. ഏതെങ്കിലും ലൈംഗിക ആംഗ്യങ്ങളോ സ്ത്രീയുടെ അന്തസ്സിനെ താഴ്ത്തുന്ന പ്രവൃത്തികളോ ചെയ്യുന്നതിനുള്ള ശിക്ഷ താഴെ പറയുന്ന നിയമങ്ങളിൽ ഏതാണ്? ചോദ്യം 80. ഉത്തരം ഡി ആണ്. മുകളിൽ ഉള്ളവയൊന്നുമല്ല. ചോദ്യം 81. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏത്? ചോദ്യം 91. ചോദ്യം 81. ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. ഹി ഹാസ് ഗ്രേറ്റ് പ്രൊഫിഷ്യൻസി ഡാഷ് ഇൻ ഇംഗ്ലീഷ്. ചോദ്യം 81. ഉത്തരം ബി ആണ്. ഇന്നാണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 82. ദ മാനേജർ ഡിസ്കാർഡഡ് ദ നീഡ്സ് ഓഫ് ദി വർക്കേഴ്സ്. ദ സിനോണിംസ്
ഫോർ ഡിസ്കാർഡ് ഈസ്. ചോദ്യം 82 സിനോനിം. ഉത്തരം സി ആണ്, റിജക്റ്റ്. ചോദ്യം 83 ദ ഒറേറ്റർ ഇംപ്രസ് ദി ഓഡിയൻസ് ബൈ ഹിസ് ഗിഫ്റ്റ് ഓഫ് ദി ഗാബ്. ദ ഇഡിയംസ് ഗിഫ്റ്റ് ഓഫ് ദി ഗാവ് മീൻസ്. ചോദ്യം 83 ഉത്തരം എ ആണ്, പവർ ഓഫ് എലക്വൻസ്. ചോദ്യം 84 ചൂസ് ദി കറക്റ്റ് വെർബ് ദ കാറ്റിൽ ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ മെഡോ. ചോദ്യം 84 ഉത്തരം സി ആണ്, ആർ. ചോദ്യം 85 ദ ഫെമിനിൻ നൗൺ ഓഫ് ദി നെഫ്യൂ ഇൻ ദ സെൻറ്റൻസ് മൈ നെഫ്യൂ ഗോട്ട് അഡ്മിഷൻ ഇൻ ഗവൺമെൻറ് കോളേജ് ഈസ്. ചോദ്യം 85 ഉത്തരം എ ആണ്, നീസ്. ചോദ്യം 86 ദ ടീച്ചർ സെഡ് ടു ദ ബോയ് ഹൗ ഓൾഡ് ഈസ് യുവർ ഫ്രണ്ട്. ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദി സെൻറ്റൻസ്. ചോദ്യം 86 ഉത്തരം ഡി ആണ്, ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ഹൗ ഓൾഡ് ഹിസ് ഫ്രണ്ട് വാസ്. ചോദ്യം 87 ദ ഓൾഡ് ലേഡി ക്ലെയിംഡ് ദാറ്റ് ഹെയർ ആൻസസ്റ്റേഴ്സ് വെയർ റിച്ച്. ദ അന്റോണിംസ് ഓഫ് ആൻസസ്റ്റർ ഈസ് ഡാഷ്. 87 ഉത്തരം എ ആണ്, ഡിസെൻഡൻസ്. ചോദ്യം 88 ദ പാസീവ് വോയിസ് ഓഫ് ദി ലെറ്റ് ഹിം ഫിനിഷ് ദ വർക്ക് ഈസ്. ചോദ്യം 88 ഉത്തരം സി ആണ്, ലെറ്റ് ദി വർക്ക് ബി ഫിനിഷ്ഡ് ബൈ ഹിം. ചോദ്യം 89 ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ട്രൈസ് ടു ഗെയിൻ പീപ്പിൾസ് ഫേവർ ബൈ ഇൻസിൻസിയർലി ഫ്ലാറ്ററിങ് ദം ആൻഡ് ഓൾവേസ് എഗ്രിയിങ് വിത്ത് ദം ഈസ്. ചോദ്യം 89 അതിൻ്റെ ഉത്തരം ഡി ആണ്, സിങ്കോപ്പൻറ്റ്. ചോദ്യം 90 ചൂസ് കറക്റ്റ് ടെൻസ് ഫോം ഐ ഡാഷ് പോയം സിൻസ് ലഞ്ച്. ചോദ്യം 90 ഉത്തരം എ ആണ്, ഹാവ് ബീൻ റൈറ്റിംഗ്. ചോദ്യം 91 അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏത്. ചോദ്യം 91 ഉത്തരം ഡി ആണ്, തീക്കനൽ. ചോദ്യം 92 താഴെ പറയുന്നവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രൊപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ചോദ്യം 92 ഉത്തരം ബി ആണ്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ചോദ്യം 93 ഉത്ഥാനം പിരിച്ച് എഴുതുക. ചോദ്യം 93 ഉത്ഥാനം പിരിച്ചെഴുതുക. ഉത്തരം സി ആണ്, ഉത് അധികം സ്ഥാനം. ചോദ്യം 94 സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏത്. ചോദ്യം 94 ഉത്തരം എ ആണ്, അസംദിഗ്ധം. ചോദ്യം 95 താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 95 ഉത്തരം സി ആണ്, വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. ചോദ്യം 96 ചേർത്തെഴുതുക. തൻ അധികം കൽ. ചോദ്യം 96 ഉത്തരം ഡി ആണ്, തങ്കൽ. ചോദ്യം 97 കാണാൻ ആഗ്രഹിക്കുന്നയാൾ ഡാഷ് എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ചോദ്യം 97 ഉത്തരം ബി ആണ്. ചോദ്യം 98 കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏത്. ചോദ്യം 98 ഉത്തരം സി ആണ്, കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത്. ചോദ്യം 99 മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം. ഉത്തരം എ ആണ്, അങ്കുലീയം ഊർമിക. ചോദ്യം 100 സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം എഴുതുക. ഉത്തരം ഡി ആണ്, ജംഗമം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.